ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ എമ്പുരാൻ എന്ന സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞു. ചെറിയ കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ആ സിനിമയിൽ നിന്ന് കളഞ്ഞിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം 3 മണിക്കൂറിൻ്റെ തൊട്ടടുത്ത് കുറച്ച് സെക്കൻഡുകൾ മാത്രം കുറവുള്ളൂ. 3 മണിക്കൂർ എന്ന് തന്നെ കൂട്ടാം. 3 മണിക്കൂറോളം സിനിമ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ സെൻസറിങ് കഴിഞ്ഞപ്പോൾ സിനിമ ഗംഭീര സിനിമയാവുമെന്നാണ് പറയുന്നത്. എന്തായാലും ഗംഭീര സിനിമയാകട്ടെ എന്ന് ആശംസിക്കുന്നു. പലരും മോഹൻലാൽ ഫാൻസുകാരൊക്കെ പറയുന്നത് ഗംഭീര സിനിമയായി കഴിഞ്ഞാൽ ദാസേട്ടൻ നാട് വിട്ടു പോകേണ്ടി വരും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ നാട് വിട്ട് പോവാണ് നമ്മൾ ദുബായിക്ക് പോകാമെന്ന് ആലോചിക്കാം. കാരണം എമ്പുരാൻ എന്ന സിനിമയുടെ വിജയം കണ്ടിട്ടല്ല, വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദുബായിലേക്ക് ഒന്ന് വരുന്നുണ്ട്. വല്ലവരുണ്ടെങ്കിലൊക്കെ നമ്മൾ വിളിക്കുക. കുറച്ച് ദിവസം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ദുബായിലൊന്ന് വന്ന് കുറച്ച് നാൾ ദുബായിൽ വന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ബിസിനസ്സൊക്കെ ദുബായിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദുബായിലേക്ക് വരാനുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ബസൂക്കയ്ക്ക് ശേഷമായിരിക്കും, 10-ാം തീയതിക്ക് ശേഷമായിരിക്കും, ഏപ്രിൽ 10-ാം തീയതിക്ക് ശേഷമായിരിക്കും ദുബായിലേക്ക് പോകാനുള്ള സാധ്യത. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്നെ വിളിക്കാം. നമുക്ക് അവിടെ ഇരുന്നിട്ട് വീഡിയോ ചെയ്യാമല്ലോ. നമുക്ക് ഇവിടെ തൃശ്ശൂരിൽ ഇരുന്നിട്ട് കേരളത്തിൽ ഇരുന്നിട്ട് മാത്രം വീഡിയോ ചെയ്യുന്നില്ല. എന്തായാലും എമ്പുരാൻ എന്ന സിനിമ ഗംഭീരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ചിലർ മമ്മൂട്ടി ഫാൻസിന് എമ്പുരാൻ എന്ന സിനിമ വിജയിച്ചാൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കിതൊരു വിഷയമൊന്നുമല്ല. ഞങ്ങൾക്ക് എന്നിട്ടാ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ വിജയിച്ചാൽ ഞങ്ങൾക്ക് എന്താ, അതൊക്കെ നമുക്ക് തടുത്തു നിർത്താൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. ആ സിനിമ ഗംഭീര സിനിമയാണെങ്കിൽ ഗംഭീര സിനിമയായിട്ട് വിജയിക്കും. എന്നാൽ പ്രേക്ഷകർക്ക് ആ സിനിമ മനസ്സിൻ്റെ ഉള്ളിൽ, അതാണ് സിനിമയുടെ കാര്യം. സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണ്. സിനിമ എത്ര മോശം സിനിമകൾ വിജയിക്കുന്നു, എത്ര നല്ല സിനിമകൾ പരാജയപ്പെടുന്നു. കാരണം എന്താണെന്നറിയും, ഇതൊക്കെ കുറേ വർഷമായിട്ട് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നില്ല. ആയിരക്കണക്കിന് പ്രാവശ്യം ആയിരക്കണക്കിന് സിനിമ നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. നമുക്കറിഞ്ഞൂടെ എത്ര നല്ല ഓരോ സിനിമയ്ക്കും ഭാഗ്യങ്ങൾ ഉണ്ടായിരിക്കും. നല്ല ടൈമിൽ റിലീസ് ചെയ്യണം, കൂടുതൽ തിയേറ്ററുകൾ കിട്ടണം, കൂടുതൽ പരസ്യം വേണം. ഒരു സിനിമ ഒരു 50% 60% നന്നായി കഴിഞ്ഞാൽ ബാക്കി അതിന് പരസ്യവും മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ഉണ്ടെങ്കിൽ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിക്കും. ഒന്നും ചെയ്യാതെ നല്ല സിനിമയാണെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ കിട്ടുന്ന വരുമാനം വാങ്ങിച്ചിട്ട് പോകാമെന്നല്ലാതെ കൂടുതൽ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ രീതിയിൽ അതിനെ പരസ്യം ചെയ്ത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്ത് പ്രോഗ്രാംസുകളൊക്കെ വെച്ച് ഒക്കെ നമ്മളെ ഏൽപ്പിക്കുകയും നമ്മൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കിതിൽ സിനിമക്കാർ വല്ലതും ഇത് കാണണമെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാനൊക്കെ. സിനിമകൾ കണ്ടിട്ടും പ്രൊമോട്ട് ചെയ്തിട്ടൊക്കെ 40-45 വർഷം, ഇപ്പോൾ പറയുന്നത് 45 വർഷമല്ല, ഒരു 50 വർഷമായിട്ട് ഒരു 5 വയസ്സ് മുതൽ സിനിമ രംഗത്ത് നമ്മളുണ്ട്. എല്ലാ സിനിമ 5 വയസ്സ് മുതൽ എല്ലാ സിനിമയും കാണും. അന്ന് നസീറിൻ്റെയും ജയൻ്റെ സിനിമകളൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യാറ് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട്. മാർക്കറ്റിംഗ് ആണ് വർഷങ്ങളായിട്ട്. അപ്പോൾ അന്ന് മുതൽ മാർക്കറ്റിംഗ് സിസ്റ്റം നമ്മുടെ മനസ്സിലുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും ആരെടുത്ത്, ചെറുപ്പം മുതൽ. അപ്പോൾ ഈ പറഞ്ഞ എമ്പുരാൻ നല്ല സിനിമയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ സിനിമ വിജയിപ്പിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യൂട്യൂബറായ എനിക്കും ആ സിനിമ നല്ലതാണെങ്കിൽ കൂടുതൽ ആ സിനിമയെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാം. കൂടുതൽ പേര് ആ വീഡിയോസ് കാണും. നമുക്ക് ആ സിനിമ പൊളിഞ്ഞ് പണ്ടാറടങ്ങണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ല. നമ്മളങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നിങ്ങളെ പോലെ മോഹൻലാലിൻ്റെ ഫാൻസുകാർ അങ്ങനെ പറയുമ്പോൾ അതിനൊരു മറുപടി എന്ന രീതിയിലാണ് നമ്മൾ അതിനെ ചവിട്ടാൻ നോക്കുന്നത്. അല്ലാതെ നമുക്ക് എന്നിട്ട് എന്താണ് നമുക്ക് ആ സിനിമയെ താഴ്ത്തി കെട്ടിയാൽ എന്താണ് ഗുണം? ആ സിനിമയെ ചവിട്ടി അരയ്ക്കാൻ നോക്കിയാൽ നമ്മൾ ഒരാൾ ചിന്തിച്ചാലൊന്നും ഒന്നും നടക്കില്ല എന്ന് ഇവിടെ ആർക്കും അറിയാം. അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ സിനിമകൾ വന്ന മോഹൻലാൽ ഫാൻസുകാർ ചവിട്ടി അരയ്ക്കാൻ ശ്രമിച്ചാൽ ഒരു കാര്യമില്ല. ആ സിനിമ മോശം സിനിമയാണെങ്കിൽ കളിക്കില്ല. നല്ല സിനിമയാണെങ്കിൽ ഏത് കൂതറ സിനിമയായാലും, നല്ല സിനിമയാണെങ്കിൽ ഏത് കൂതറ സിനിമയായാലും, അങ്ങനെ വാക്ക് ശ്രദ്ധിച്ചില്ലേ? അപ്പം നല്ല സിനിമയാണെങ്കിൽ ആരുടെ സിനിമയായാലും, ഞാൻ നായകനായിട്ടുള്ള അഭിനയിക്കാൻ പോകുന്ന സിനിമയായാലും, നല്ല സിനിമയാണെങ്കിൽ ഞാൻ അഭിനയിച്ചാലും വിജയിക്കും. അപ്പോൾ പിന്നെ ലാലേട്ടനും ഇത്രയധികം
ലോകത്തിലുള്ള എല്ലാ നടന്മാരും എല്ലാ സാങ്കേതിക വിദഗ്ധരും അണിനിരക്കുന്ന സിനിമ വിജയിക്കാതിരിക്കും. അപ്പോൾ ആ സിനിമ വിജയിച്ചാലാണ് ഞങ്ങൾക്കും ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മുടെ ഇക്കയുടെ പടം ബസൂക്ക ഗംഭീര സിനിമയായിരിക്കും. എന്തായാലും മമ്മൂക്കയുടെ ബസൂക്ക നല്ല സിനിമയായിരിക്കും എന്ന് നമുക്ക് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ബസൂക്ക എന്തായാലും ഗംഭീര സിനിമയാണെന്നുള്ള ഉറപ്പാണ്. ബസൂക്ക നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ മിനിമം, ഞാൻ കോടിയുടെ കണക്കൊന്നും പറയാറില്ല, നമ്മളിവിടെ കോടിയുടെ കണക്ക് പറയാറില്ല, ഗംഭീരമായിട്ട് തന്നെ ഏത് രീതിയിലാണെങ്കിലും വിജയിക്കും. അടിപൊളിയാണ് ആ പടം, വെറൈറ്റി സിനിമയാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഈ എമ്പുരാൻ്റെ കാര്യമൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ കുറച്ച് അലക്കിയതാണ് അറിഞ്ഞെന്ന് പോകുന്നത്. ആരും പുറത്ത് നിങ്ങൾ ഞാൻ അറിയാണ്ട് അറിയില്ലല്ലോ, അല്ല നിങ്ങൾക്കും കേൾക്കാമല്ലോ. അപ്പോൾ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ 2 സിനിമകളും നല്ലതാവും. എന്നാലും എമ്പുരാൻ സിനിമ നമ്മൾ എല്ലാവരും മനസ്സിൽ കണ്ട ആ ആഗതശാതപറ്റ സിനിമയാണെങ്കിൽ ബസൂക്ക നമ്മൾ ആരും വിചാരിക്കാത്തതിനൊക്കെ അപ്പുറം നിൽക്കുന്ന സിനിമയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രതീക്ഷയില്ലാത്ത സാധാരണക്കാരനായ പുതിയൊരു സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബസൂക്ക. പക്ഷേ ആ സിനിമ അതിഗംഭീര സിനിമയാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും. അപ്പോൾ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദേഷ്യം തോന്നരുത് മോഹൻലാൽ ഫാൻസിനും. ഞാനിങ്ങനെ പറയണമെന്ന് നോക്കണ്ട. മോഹൻലാൽ എന്ന നടൻ, ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവന് തുല്യ സ്നേഹിക്കുന്ന ഒരു നടൻ തന്നെയാണ്. നിങ്ങൾ മോഹൻലാൽ ഫാൻസുകാർ എന്ത് മമ്മൂട്ടിയുടെ സിനിമ വന്നാലും കുറ്റം പറയുന്നത് ചവിട്ടി തയ്ക്കുന്നതൊക്കെ കാണുമ്പോൾ ഉള്ള വിഷമം കൊണ്ടാണ് ഞാനൊക്കെ ഇങ്ങനെ പറയുന്നത്. അല്ലാണ്ട് നമുക്ക് ഈ ലോകത്തിലെ ഏറ്റവും നല്ല നടന്മാരായി ഇവർ 2 പേരെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല. നിങ്ങളും ഒരു കാര്യം ശ്രദ്ധിക്കുക, മമ്മൂക്ക അത്ര മോശം നടനൊന്നുമല്ലല്ലോ. നിങ്ങളുടെ ലാലേട്ടൻ്റെ കഴിഞ്ഞെങ്കിലും സ്ഥാനം കൊടുത്തുകൂടാ, 2ാം സ്ഥാനെങ്കിലും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസൻ.